ഹൂഷു അടുത്ത ദിവസം രാവിലെ കുറച്ച് വൈകിയാണ് ഉണർന്നത്. ആ സമയത്ത് അവൾക്ക് തലേന്ന് രാത്രി ചെയ്തു കൂട്ടിയൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഹോസ്പിറ്റൽ ബിൽ അവൾക്ക് കിട്ടുന്നു. അതിൽ പോയിസണസ് ആയിട്ടുള്ള മഷ്റൂം കഴിച്ച് അവൾക്ക് പോയിസൺ ഏറ്റതാണ് എന്നുള്ള റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾ റൂമിന് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഷിയു അവിടെ നിന്നത് കുക്ക് ചെയ്യുകയാണ്. തലേ ദിവസം രാത്രി അവനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സോറി പറഞ്ഞുകൊണ്ടാണ് അവൾ അടുത്തേക്ക് ചെന്നത്. മോശമായിട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവൾ മനഃപൂർവ്വം അങ്ങനെ ചോദിക്കുകയാണ് എന്നാണ് അവൻ കരുതിയത്. തലേന്ന് രാത്രി സംഭവിച്ചതൊന്നും തനിക്ക് ഓർമ്മയില്ല, ശരിക്കും ഓർമ്മ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് അവൾ പറഞ്ഞപ്പോഴാണ് അവന് വിശ്വാസമാവുന്നത്. എന്തായാലും അവൾ എന്താണ് ചെയ്തതെന്ന് അവൻ പറയുന്നില്ല. അവനെ തല്ലുകയോ മറ്റോ ചെയ്തോ എന്നാണ് ഹൂഷുവിൻ്റെ സംശയം. അങ്ങനെ എന്തെങ്കിലും ചെയ്തെങ്കിൽ തിരിച്ച് അതേപോലെ ചെയ്തോളാൻ പറഞ്ഞ് അവൾ തല്ലുകൊള്ളാനായി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. ശരിക്കും തിരിച്ച് ചെയ്യാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഷിയു അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവൾ പുറകിലേക്ക് കുറച്ച് മാറുന്നുണ്ട്. പക്ഷേ അവൻ അവളെ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചിട്ട് അവളുടെ പുറകിലിരിപ്പുണ്ടായിരുന്ന ഒരു പാത്രം എടുത്ത് അവളോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. കുറച്ച് കഞ്ഞിയായിരുന്നു അവൾക്ക് വേണ്ടി അവൻ റെഡിയാക്കി വെച്ചിരുന്നത്. അവനങ്ങനെ കഞ്ഞിയൊക്കെ റെഡിയാക്കിയത് അവളെ ചെറുതായി സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. വാങ്ങും അന്ന് കുറേ ദിവസത്തിന് ശേഷം സാവോയുടെ അടുത്തേക്ക് വന്നിരുന്നു. പക്ഷെ വെളുപ്പിനെങ്ങാണ്ടാണ് അവൻ വന്നത്. എപ്പോഴാണ് വന്നതെന്ന് പോലും അവൾ അറിഞ്ഞിരുന്നില്ല. രാവിലെ ഉണർന്നപ്പോഴാണ് അവൻ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അവൾ അറിയുന്നത്. അവൾക്ക് വേണ്ടി അവനും എന്തോ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് സമയമേ ഒരുമിച്ചുള്ളെങ്കിലും അതൊക്കെ മാക്സിമം ഹാപ്പിയാക്കാൻ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. ജോലി തിരക്ക് കാരണം അവൻ അധികം വൈകാതെ തിരികെ ഓഫീസിലേക്ക് പോകേണ്ടിയും വരുന്നു. അന്നും ഹൂഷു സാവോയുടെ കഫേയിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഡിസൈൻ കോമ്പറ്റീഷൻ കഴിഞ്ഞതുകൊണ്ട് അവൾക്ക് ജോലിയിൽ വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഇഷ്ടംപോലെ ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അവളുടെ അമ്മ കൊറിയറിലൂടെ കുറച്ച് ഫുഡ് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സാവോയ്ക്കും കൂടി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. സാവോയോടൊപ്പം സമയം ചെലവഴിക്കാനാണ് ഹൂഷു വന്നതെങ്കിലും അന്ന് വൈകിട്ട് വാങ് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ ഒപ്പം ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകണം. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് കാലമായി എന്നൊക്കെ സാവോ പറയുന്നു. ബോറടി മാറ്റാൻ വേണ്ടി ഹൂഷു ഗെയിം കളിക്കാൻ പോകാൻ സാവോ സജസ്റ്റ് ചെയ്യുന്നു. ഫ്രീ ആയിട്ട് ടിക്കറ്റ് നൽകാമെന്ന് പറയുന്നുണ്ട്. ഗോങ് ഇപ്പോൾ പതിവായി അവളുടെ ഷോപ്പിൽ കോഫി കുടിക്കാൻ വരാറുണ്ട്. അവനാണ് അവൾക്ക് ഈ ഫ്രീ കൂപ്പണൊക്കെ നൽകുന്നത്. അന്നും അവൾ 3 വരെ എണ്ണിയപ്പോഴേക്കും ഗോങ് അങ്ങോട്ടേക്ക് എത്തുന്നു. എന്നും ഈ സമയത്താണ് അവൻ കോഫി കുടിക്കാൻ വരാറുള്ളതെന്ന് അവൾ ഹൂഷുവിനോട് പറയുന്നുണ്ട്. ആദ്യം എനിമീസിനെ പോലെ ആയിരുന്ന അവരിപ്പോൾ ബിസിനസ് ഫ്രണ്ട്സ് ആയതുപോലെ ആയത് ഹൂഷുവിനെ കുറിച്ച് അത്ഭുതപ്പെടുത്തുന്നു. സാവോ പറഞ്ഞതുപോലെ തന്നെ ഗോങ് അവൾക്ക് കൂപ്പൺ നൽകുന്നുണ്ട്. അങ്ങനെ ഹൂഷു അന്നും ഗെയിം കളിക്കാനായി കയറുന്നു. ഒരു സ്പൈയുടെ റോളാണ് അവൾക്ക് കിട്ടിയത്. അവളുടെ ആദ്യത്തെ മിഷൻ ജനറൽ ഷിൻ ആ സിറ്റിയിലേക്ക് കയറുന്നത് തടയുക എന്നുള്ളതാണ്. ഇന്ന് മറ്റേ ജനറൽ ഷിൻ ആയിരിക്കുമെന്ന് കരുതിയാണ് അവൾ ഗെയിം കളിക്കാൻ വന്നത്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഷിയു തന്നെയാണ് അന്നും ജനറലായി വന്നിരിക്കുന്നതെന്ന് അവൾ അറിയുന്നത്. അന്ന് വ്യത്യസ്തമായിട്ട് കുതിരപ്പുറത്തൊക്കെ ആയിരുന്നു ഷിന്നിൻ്റെ എൻട്രി. അവൻ്റെ ആ വരവ് കാണാൻ കുറച്ച് ഫാൻസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരുടെ ഇടയിലേക്ക് എന്ന ഹൂഷുവിനെ അവർ തള്ളി കുറച്ച് സൈഡിലേക്ക് നീക്കി നിർത്തുന്നു. അങ്ങനെ അവൾ റോഡിൻ്റെ നടുക്കാവുന്നുണ്ട്. ഷിയു അതുവഴി പാസ് ചെയ്ത് പോയിട്ടും അവളെ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല. അവൻ പാസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് തൻ്റെ മിഷനെ പറ്റി അവൾക്ക് ഓർമ്മ വരുന്നത്. അങ്ങനെ അവൾ വേഗം വീണ്ടും അവൻ്റെ മുന്നിലേക്ക് ഓടി ചെന്നിട്ട് അവനെ അവിടെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. തൻ്റെ അച്ഛന് സുഖമില്ല, അത്യാവശ്യമായി ഈ മരുന്ന് അച്ഛനോട് കൊടുക്കണമെന്ന് പറഞ്ഞാണ് അവൾ അവനെ തടയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അതിന് സമയമില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ പാസ് ചെയ്ത് വീണ്ടും മുന്നോട്ട് പോകുന്നു. അവൻ്റെ ഈ പെരുമാറ്റം അവൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇന്നലെ രാത്രി സംഭവിച്ചത് കാരണം കൊണ്ടായിരിക്കുമോ അവൻ ഇങ്ങനെ പെരുമാറുന്നതെന്ന് അവൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഈ സമയത്താണ് അവൾ നിൽക്കുന്നതിൻ്റെ അടുത്തുണ്ടായ ഒരു കച്ചവടക്കാരൻ അവളെ വിളിച്ചിട്ട് അവൾക്ക് ഒരു പാക്കറ്റും ഒരു കുപ്പി വെള്ളവും നൽകുന്നുണ്ട്. അവൾക്ക് നൽകിയ ബോട്ടിൽ ഒരു ക്ലൂ ഉണ്ട് എന്ന് അയാൾ പറയുന്നതിനാൽ അതിൽ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അന്ന് രാത്രി 9 മണിക്ക് അവിടുത്തെ ഡാൻസ് റൂമിലെത്തണം. അവിടെ അവളുടെ എക്സ് ലവർ അവളെ ഡാൻസ് ചെയ്യാൻ ക്ഷണിക്കും. അയാളെ അടുത്ത കമാൻഡർ ആവാൻ ഹെൽപ്പ് ചെയ്യണം എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അവൾക്ക് ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സും അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ അതും ധരിച്ച് പറഞ്ഞ സമയത്ത് തന്നെ അവൾ ഡാൻസിങ് ഹാളിലെത്തുന്നുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ ജനറൽ ഷിൻ അങ്ങോട്ടേക്ക് വരുന്നു. അവനായിരിക്കുമോ തൻ്റെ എക്സ് ലവർ എന്ന് അവൾ സംശയിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അവൻ അവളെ കാണുന്നത്. ആവേശത്തിൽ അവളെ അവനും നന്നായി ഇഷ്ടപ്പെടുന്നു. അങ്ങനെ മുന്നോട്ട് ചെല്ലുമ്പോൾ അവനെ പാസ് ചെയ്ത് മറ്റൊരു മേയർ കാൻഡിഡേറ്റ് മുന്നോട്ട് വരുന്നുണ്ട്. അയാളായിരിക്കുമോ തൻ്റെ എക്സ് എന്ന് ഹൂഷു ഒന്ന് സംശയിക്കുന്നുണ്ട്. അയാൾ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമാവുന്നത്. അപ്പോഴേക്കും ഷിയു അവളുടെ അടുത്ത് എത്തിയിരുന്നു. അവൻ തന്നെയായിരുന്നു അവളുടെ എക്സ്. അങ്ങനെ അവൻ ക്ഷണിച്ചതനുസരിച്ച് രണ്ടുപേരും കൂടി ഡാൻസ് ചെയ്യാൻ തുടങ്ങുന്നു. നേരത്തെ വലിയ ജാടയിട്ടതിനെ പറ്റിയൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെയല്ല പെരുമാറാൻ പറ്റുള്ളൂ. ഇനി ആ മരുന്ന് എൻ്റെ തന്ന നിൻ്റെ അച്ഛൻ്റെ അടുത്ത് എത്തിക്കാൻ ഞാൻ എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നവൻ പറയുന്നു. ഈ സമയത്താണ് അവനെ അന്വേഷിച്ച് ചീഫും സംഘവും അങ്ങോട്ടേക്ക് എത്തുന്നത്. അവരെ കണ്ടതോടെ ഹൂഷു അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് വേഗം അവിടെ നിന്നോട് രക്ഷപ്പെടുന്നു. അവരും ഫോളോ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അവരുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഒളിക്കുന്നു. അവിടെ സ്പേസ് വളരെ കുറവായതുകൊണ്ട് രണ്ടുപേർക്കും വളരെ അടുത്തടുത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ആ ഭാഗത്തേക്കും ചീഫും സംഘവും അവരെ അന്വേഷിച്ചെത്തുന്നുണ്ട്. അവർ കണ്ടുപിടിക്കുമെന്ന ടെൻഷനിൽ ഹൂഷു അവൻ്റെ കയ്യിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവർ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അവിടെയൊക്കെ ഒന്ന് തിരിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇനി കുറച്ച് സ്ഥലം തരുമോ എന്ന് ഷിയോ അവളോട് ചോദിക്കുന്നു. അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിലെ പിടിവിട്ടിട്ട് മാറിയിരിക്കുന്നുണ്ട്.
ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ഒന്ന് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അത്ര വലിയ കാര്യമാക്കാനുണ്ടോ എന്ന് ഹൂഷ് ചോദിക്കുന്നു. അല്ലെങ്കിലും നീ ഇങ്ങനെ മുതലെടുപ്പ് നടത്തുന്ന ആദ്യമായിട്ടൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഷിയോ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. എന്താണ് അവൻ അങ്ങനെ പറഞ്ഞത്, എന്താണ് അവൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹൂഷ് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. പക്ഷേ മുകളിലുള്ള ബോക്സിൽ അവളുടെ തലയിടിക്കുമെന്ന് കണ്ട് ഷിയോ അവളെ പിടിച്ച് മുന്നോട്ടേക്ക് അയക്കുന്നു. അങ്ങനെ അവൾ അവൻ്റെ തൊട്ടടുത്ത് എത്തുന്നുണ്ട്. അങ്ങനെ നിന്നപ്പോഴാണ് തലേ ദിവസം രാത്രി അവനെ കിസ് ചെയ്തതിനെ പറ്റി അവൾക്ക് ഓർമ്മ വന്നത്. അതോടെ അവൾ വായും പൊത്തിക്കൊണ്ട് പുറയിലേക്ക് നീങ്ങുന്നു. ഇന്നലെ രാത്രി ആ മഷ്റൂം കഴിച്ച് എനിക്ക് ഒട്ടും ബോധമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്, എന്നെ തെറ്റിദ്ധരിക്കരുത്, അതിന് മറ്റർത്ഥമൊന്നും കാണരുത് എന്നൊക്കെ പറഞ്ഞവൾ അപ്പോൾ തന്നെ സോറി പറയുന്നു. അല്ലെങ്കിലും ഞാൻ അത്ര കാര്യമായി എടുത്തിട്ടില്ല, അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ നിൽക്കില്ലായിരുന്നല്ലോ എന്നവൻ പറയുന്നുണ്ട്. അപ്പോഴാണ് അവളുടെ മിഷനെ പറ്റി ഓർമ്മ വരുന്നത്. അങ്ങനെ അവളുടെ ഡ്രസ്സിൻ്റെ പുറകിലായിട്ടും ബാഗിലായിട്ടും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്ന തെളിവുകൾ അവളെടുത്ത് അവന് നൽകുന്നുണ്ട്. ഈ മത്സരത്തിൽ അവന് ജയിക്കാൻ ഇതൊക്കെ മതിയാവും. അവൻ അത് വാങ്ങി പുറത്തേക്ക് പോകുന്നു. തലേന്ന് രാത്രി ചെയ്തതിനെ കുറിച്ച് ഓർത്ത് ഹൂഷോന് ഇപ്പോഴാണ് കുറ്റബോധം തോന്നുന്നത്. താമോ ഒന്ന് വാങ്ങിനെ പ്രതീക്ഷിച്ച് നേരത്തെ തന്നെ വീട്ടിലെത്തിയിരുന്നല്ലോ. പക്ഷെ അവൻ അന്നും ലേറ്റായിട്ടാണ് വന്നത്. എന്നാലും പതിവിനേക്കാൾ നേരത്തെ എത്തുന്നുണ്ട്. പക്ഷേ അധിക സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, മറ്റേ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകണം എന്നവൻ പറയുന്നുണ്ട്. അടുത്ത ദിവസം വാങ്ങ ഓഫീസിലേക്ക് ചെന്നപ്പോൾ എല്ലാവരുടെയും പെരുമാറ്റത്തിൽ നിന്ന് എന്തോ ഒരു മന്തികേട് അവൻ ആദ്യമേ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ മാനേജർ അവനെ വിളിപ്പിച്ചത്. അവൻ പുറത്ത് സ്വന്തമായിട്ട് ഒരു കമ്പനി നടത്താൻ തുടങ്ങുന്നതും അവിടെ സ്വന്തമായിട്ട് വർക്കുകൾ എടുത്ത് ചെയ്യുന്നതും മാനേജർ എങ്ങനെയോ അറിഞ്ഞിരിക്കുന്നു. ഇവിടെ ജോലി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കാര്യം അനുവദിച്ചിരില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ എതിർക്കുകയാണ്. വാൻ കൂടുതൽ സമയം അത് കേട്ടിരിക്കുന്നില്ല. ഇനി അവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവൻ താൻ റിസൈൻ ചെയ്യുകയാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയെല്ലാം മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് വരെ വരാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ജോലി റിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ അവനത് നേരത്തെ സാവോയുടെ കഫേയിലേക്ക് വരുന്നുണ്ട്. അവൾക്ക് വേണ്ടി 1-2 ഫുഡ് ഐറ്റംസും വാങ്ങിക്കൊണ്ടാണ് വന്നത്. അത് സിറ്റിയിൽ പല പല സ്ഥലങ്ങളിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഇങ്ങനെ പല ഷോപ്പിലും കറങ്ങി നടക്കാനുള്ള സമയം അവനുണ്ടായിരുന്നു എന്ന് അവൾ ചോദിച്ചപ്പോൾ ഇന്നൊരു ക്ലയൻറ്റുമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ടായിരുന്നു, അയാളെ പുറത്ത് ചുറ്റി കാണിക്കാൻ കൊണ്ടുപോയതാണ്, അക്കൂട്ടത്തിൽ വാങ്ങിയതാണ് എന്ന് അവൻ പറയുന്നു. ജോലി റിസൈൻ ചെയ്ത കാര്യം അവനിപ്പോൾ അവളോട് പറയുന്നില്ല. അല്ലാതെ കുറച്ച് തിരക്കുകളുണ്ട്, അത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഷിയോ ഒന്ന് അവൻ്റെ അമ്മ മീറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. അമ്മ അവന് വേണ്ടി ഒരു വാച്ച് ഗിഫ്റ്റായി വാങ്ങിയിരുന്നു. ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് വെറുതെ കാശ് കളയേണ്ടെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷം വാങ്ങിയതല്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അമ്മ അത് അവനെ ഏൽപ്പിക്കുന്നു. അടുത്ത ദിവസം അവൻ്റെ അച്ഛൻ്റെ മെമ്മോറിയൽ ഡേ ആണ്. അതുകൊണ്ട് അച്ഛൻ്റെ കല്ലറയിലേക്ക് പോകുന്ന കാര്യം അവൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാലം അമ്മ നാട്ടിലില്ലാതിരുന്നുകൊണ്ട് ആ കാരണം പറഞ്ഞ് വരാതിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടും അമ്മ വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെ ഇത് ഒരു സ്വാഭാവിക മരണമായിരുന്നില്ലല്ലോ, എല്ലാ പ്രശ്നങ്ങളും കൂടി അമ്മയുടെ തലയിലേക്ക് വെച്ചിട്ട് ആത്മഹത്യ ചെയ്യുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇതുവരെ അച്ഛനോട് ക്ഷമിക്കാൻ സാധിച്ചിട്ടില്ല. അന്ന് അങ്ങനെ എല്ലാ പ്രശ്നങ്ങളുടെയും നടുക്ക് എന്നെ ഒറ്റപ്പെടുത്തിയിട്ട് പോയതുകൊണ്ട് തന്നെ എനിക്കിതുവരെ അദ്ദേഹത്തെ ഫേസ് ചെയ്യാനുള്ള മനസ്സ് വന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ സാധിക്കില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അത് അവനെ ശരിക്കും വിഷമിപ്പിക്കുന്നു. ഈ സമയത്ത് അവൻ്റെ സ്റ്റെപ്പ് ഫാദർ അവരെ വിളിക്കുന്നുണ്ട്. അവർ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നു. ഒരു മാളിലൂടെയാണ് അവനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ അവിടെ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്ന ഡിസൈൻ ഡ്രസ്സ് കണ്ടപ്പോൾ അവന് പെട്ടെന്ന് ഹൂഷുവിനെ ഓർമ്മ വരുന്നു. ഗെയിമിലെ ഡാൻസിങ് ഹാളിൽ വെച്ച് അവൾ അതേപോലെയുള്ളൊരു ഡ്രസ്സ് ധരിച്ചു വന്നത് അവനപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അത് അവനെ ശരിക്കും ഇംപ്രസ് ചെയ്തിരുന്നു. അവനപ്പോൾ അത് പുറത്ത് കാണിച്ചില്ലെന്ന് മാത്രം. ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഇപ്പോൾ അവന് അവളെയാണ് ഓർമ്മ വന്നത്. ഹൂഷുവും അന്ന് പതിവില്ലാതെ കുറേ സാധനങ്ങളും വാങ്ങിക്കൊണ്ടാണ് വീട്ടിലേക്ക് വന്നത്. അവൾ അതൊക്കെ കൊണ്ടുവന്ന് അവിടെ വെക്കുന്ന സമയത്താണ് ഷിയു നേരത്തെ കൊണ്ടുവച്ചിരുന്ന ഒരു കവറ് താഴേക്ക് വീണത്. അങ്ങനെ അതും എടുത്തുകൊണ്ട് ബാൽക്കണിയിൽ നിൽപ്പുണ്ടായിരുന്ന അവൻ്റെ അടുത്തേക്ക് അവൾ ചെല്ലുന്നു. അത് അബദ്ധത്തിലൊന്ന് താഴെ വീണോ, അതിലുണ്ടായിരുന്നത് പൊട്ടിയോ എന്ന് ചെക്ക് ചെയ്യണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, എന്തായാലും എനിക്കിനി അത് വേണ്ട, നിനക്ക് വേണമെങ്കിൽ എടുത്തോളാൻ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവൾ അത് തുറന്ന് നോക്കുന്നു. ബ്ലഡ് ഷുഗറിൻ്റെ അളവൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിജിറ്റൽ വാച്ചായിരുന്നു. അത് വർക്ക് ചെയ്യുമോ, എന്തൊക്കെയാണ് അതിൻ്റെ ഫംഗ്ഷൻ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഹൂഷു അത് കണക്ട് ചെയ്ത് കയ്യിലേക്ക് കെട്ടുന്നുണ്ട്. വാച്ച് നല്ല മോഡേൺ ആണെങ്കിലും അതിൻ്റെ സ്ട്രാപ്പ് കുറച്ച് ഏജ് ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ളതാണ് എന്നൊരു പരാതി അവൾ പറയുന്നുണ്ട്. ശരിക്കും ഷിയോ അത് അമ്മയ്ക്ക് സമ്മാനിക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. പക്ഷേ അങ്ങനെ പിണങ്ങി ഇറങ്ങി പോകുന്നതുകൊണ്ട് അവനത് കൊടുത്തിരുന്നില്ല. ഇവളിങ്ങനെ കുറ്റം പറയുന്നത് കേട്ടപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ധരിക്കേണ്ടെന്ന് പറഞ്ഞ് അവനത് തിരികെ വാങ്ങിക്കാൻ തുടങ്ങുന്നു. അവളുടെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ രണ്ടുപേരും കൂടി നല്ലപോലെ അടുത്തടുത്ത് വരുന്നു. അവനെ ഇങ്ങനെ തൊട്ടടുത്ത് കണ്ടപ്പോൾ ഹൂഷുവിൻ്റെ ഹേർട്ട് ബീറ്റ് വല്ലാണ്ട് കൂടുന്നുണ്ട്. അത് ആ വാച്ചിൽ അറിയാൻ പറ്റുന്നു. അവൾ പെട്ടെന്ന് വാച്ച് വലിച്ചൂരി അവനെ നൽകിയിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ ശരിയല്ലെന്നാണ് തോന്നുന്നത്, ഇത് നീ തന്നെ വെച്ചോളാൻ പറഞ്ഞ് വേഗം അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവൾ മുറിയിൽ കയറി കഥവടച്ചിട്ട് നെഞ്ചിടിപ്പ് നേരെയാക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് അവളുടെ അച്ഛൻ ഫോൺ വിളിച്ചിട്ട് അടുത്ത ദിവസം എവിടെ പോകുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധ മാറിയതുകൊണ്ട് അവൾ നോർമൽ ആവുന്നുണ്ട്.